ഹേ ബീബ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾറെഡി 2 എപ്പിസോഡ് റിലീസായിട്ടുണ്ട്. ഇതുവരെയുള്ള സ്റ്റോറി ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ലവ് ആൻഡ് മാജിക് എന്ന തീമിലാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രാമയ്ക്ക് ലവ് ഓഫ് മാജിക് എന്ന് പേര് വെക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഫസ്റ്റ് മെയിൻ ലീഡായിട്ടുള്ള ആച്ചിയാണ് കാണിക്കുന്നത്. അവൻ രാവിലെ തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ധൃതിക്ക് ഓഫീസിലേക്ക് പോകേണ്ടി ഇറങ്ങാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ആൻറ്റി എന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ നിനക്ക്, നാളെ നിൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്നത്തെ ദിവസം തന്നെ കൂട്ട് നാളെ ലേറ്റായിട്ടൊന്നും എഴുന്നേക്കാനൊന്നും പാടില്ല. അതേപോലെ തന്നെ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോകണമെന്ന്. ഇത് കേൾക്കുമ്പോഴും നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഓടി പടച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ആൻറ്റി എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ നാളെ 30 വയസ്സാവുകയാണ്. അത് കേട്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അന്നേരം അവൻ്റെ മൈൻഡ് ഓവറിലാണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവർക്കും 30 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ ലൈഫാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റേബിൾ ആക്കും, അവർ കാറ് വാങ്ങിക്കും, ഇതേപോലെ ബിൽഡിംഗ് വാങ്ങിക്കും. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ലൈഫിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ വന്നിരിക്കും. പക്ഷെ എൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇത് മൂന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ലാന്ന്. അങ്ങനെ അവനെ അടിച്ചു പിടിച്ച് എങ്ങനെയൊക്കെയോ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകണേ. എല്ലാവരും ആ ഒരു തിരക്കിലാണ്. നമ്മുടെ ആച്ചിയെ കാണുമ്പോൾ ആ ഒരു ഓഫീസിലെ ലേഡി ആച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട്, ആച്ചി ഇന്നിവിടെ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോലെ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്, പുതിയൊരു എംപ്ലോയി ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നീ മാത്രമാണ്, അവന് വേണ്ടിയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ സമ്മതിക്കുകയാണ്. അപ്പോൾ ആ ഒരു പയ്യനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ്റെ പേരാണ് റോക്ക്. ആ ഒരു ലേഡി അവിടുന്ന് പോയ പടന്നെ റോക്കാന്നുണ്ടെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി വർക്കൊക്കെ പറഞ്ഞു തന്നേന്. അതേപോലെ തന്നെ നിങ്ങളുടെ ഏജ് കൺസിഡർ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് കാലമായല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ പൊസിഷനിലായിരിക്കുമല്ലോ, എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ എന്ന് പറഞ്ഞ് ഇവൻ്റെ പാടിന് ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഈ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ നീ വിചാരിക്കും പോലെയൊന്നുമല്ല കാര്യങ്ങൾ, ഞാനിവിടുത്തെ ഒരു ഓർഡിനറി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഹൈ പൊസിഷനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ റോക്കിനാന്നുണ്ടെങ്കിൽ ഒരുമാതിരിയായിട്ട് എനിക്ക് മനസ്സിലായി, എന്നിരുന്നാലും ശരി തന്നെ എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു സീനിയർ തന്നെയായിരിക്കും എന്ന് പറയണേ. അങ്ങനെ അവിടുത്തെ ആ ഒരു സെറിമണി നടക്കുവാണ്. സെറിമണി വേറൊന്നും അല്ല, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ ആണ് നടക്കുന്നത്. ആ ഒരു ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നത് വേറെ ആർക്കും അല്ല, നമ്മുടെ സെക്കൻഡ് മെയിൻ ലീഡായിട്ടുള്ള നമ്മുടെ കരനാണ്. ആളെ നോക്കി, ആളെന്തോരം ഹാൻഡ്സ് ആണെന്ന് അവൻ അവാർഡ് വാങ്ങിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു അവാർഡ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങളുടെ എൻ്റെ ഈ ഒരു കൊളാബറേഷൻ കാരണമാണ് എനിക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ അടുത്തിരിക്കുന്ന റോക്കാന്നുണ്ടെങ്കിൽ ഏതാ ഇവനെ കാണാൻ ഹാൻഡ്സ് ആയിട്ടുണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടാണല്ലോ, അതുമാത്രം സ്മാർട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ ശരിയാണ്, അവനാണെന്നുണ്ടെങ്കിൽ ഹാൻഡ്സും ആണ്, അതുമാത്രമല്ല അവന് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പയ്യനാണ്, നിനക്ക് ഈ ഒരു ഓഫീസിൽ ആരെങ്കിലും റോൾ മോഡലായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരനെ തന്നെ വെച്ചോളാൻ പറയാണ്. അന്നേരം നമ്മുടെ ആച്ചിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാനും അവനും ഒരുമിച്ചാണ് ഈ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തത്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് മാത്രമുള്ള എല്ലാ ടാലൻറ്റും, അവന് എന്തൊരു ഹാൻഡ്സാണ്, അതേപോലെ തന്നെ അവന് എങ്ങനെ ആൾക്കാർക്ക് പെരുമാറണമെന്ന് നല്ല രീതിയിൽ തന്നെ അറിയാം. എല്ലാ വർഷത്തെ അവാർഡും അവന് തന്നെയാണ് കിട്ടുന്നത്. അവൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഹൈ ലെവലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പൊസിഷനോ ഞാൻ ഇപ്പോഴും താഴെ തന്നെ കിടക്കുവാണ്. അവൻ്റെ അത്രയും ഹൈ പൊസിഷനിൽ എത്തിയില്ലെങ്കിലും ഒരു കോണിലെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും എൻ്റെയും കരൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൂടി കൂടി വരുവാന്ന്. അങ്ങനെ അവിടുത്തെ സെറിമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ കരൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ലേഡി എന്നുണ്ടെങ്കിൽ, ആച്ചി ഇവിടേക്ക് വാ, നിൻ്റെ ഫോട്ടോ എന്നുണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചേക്കാന്ന് പറയുന്നത്. ഇത് കേട്ട പാടന്ന് നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസും ഇല്ല, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനെ അതിങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇനാഗ്രേഷൻ സെറിമണി നടത്താൻ വേണ്ടിയിട്ട് ജപ്പാനിൽ നിന്ന് ഇവരുടെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടുള്ള ഒരാൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ വന്ന് നോക്കുന്നുണ്ട്. ഇയാളെ കാണുമ്പോഴേ ഈ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചിയെ വിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ വിഷ് ചെയ്തിട്ട് ആച്ചിക്ക് എത്ര വയസ്സാണെന്ന് ചോദിക്കുകയാണ്. ഇത് ഈ പെണ്ണാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആച്ചിക്ക്. അന്നേരം നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ 30 വയസ്സെന്ന്. ഇതേക്കുന്ന ഇയാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആച്ചിയോ ആകെപ്പാടെ എക്സൈറ്റഡ് ആണ്. ഇപ്പം എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ, ആച്ചി നിനക്ക് 30 വയസ്സായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണത്, നിനക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യാണ്, നമ്മൾ 30 വയസ്സിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് 3 പോയിന്റാണ്. അപ്പോൾ ആ റോക്ക് പയ്യനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് എന്തെടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്ക് പയ്യനും അതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും സേവിങ്സ് ഉണ്ടാവണമെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കടന്നു പോകുന്ന പാട് എനിക്കറിയാം, അപ്പോഴല്ലേ സേവിങ്സ്. രണ്ടാമത്തെ പോരട്ടെ, രണ്ടാമത്തേന്ന് പറയുന്നത് ഉറപ്പായിട്ടും ബാക്ക് പെയിൻ വരുമെന്ന്. പോടാ, ബാക്ക് പെയിൻ ഒക്കെ ഓൾറെഡി വന്ന കാര്യങ്ങളാണ്, അടുത്തത് വരട്ടേന്ന്. അടുത്ത മൂന്നാമത്തത് നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. ഇതേക്ക് നമ്മുടെ ആച്ചിയുടെ ആരും പിന്നെ പറയേണ്ട
ആവശ്യമില്ലല്ലോ. അവന് ഏകദേശം ഒരു മൈനർ അറ്റാക്ക് വന്ന പോലെയാണ്. അവൻ ഇതുവരെ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അതിന്റെ തൊട്ട് താഴെ തന്നെ അടുത്ത വേറൊരു കാര്യം കൊടുത്തേപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു 30 വയസ്സിന്റെ ഇടയ്ക്ക് വെർജിനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മാജിക് പവർ കിട്ടുമെന്ന് പറയാൻ. ഇതേക്ക് നാച്ചെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റുവാണ്. അന്നേരം അടുത്തേക്ക് നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ എന്ത് പരിപാടിയാണ് കാണിച്ചത്, ഞാനത് മൊത്തം വായിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണേ. അപ്പം നമ്മുടെ ആച്ചിയുടെ മൈൻഡില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏതവനാണോ അവ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നത്. മേ ബി എന്നെ പോലെ 30 വയസ്സിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒപ്പിച്ച പരിപാടിയായിരിക്കും. അല്ലാതെ ഇങ്ങനെ മാജിക് പവറൊക്കെ കിട്ടുമോ വെർജിനായിട്ട് ഇരിക്കുന്ന ആൾക്ക്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് ടൈം കഴിഞ്ഞ ശേഷം ആച്ചിയാന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവളും അവളുടെ ഫ്രണ്ടും കൂടി സംസാരിക്കുന്നത് ആച്ചി കേൾക്കുവാണ്. ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് നിനക്ക് ശരിക്കും ആച്ചിയുടെ മേലെ ഫീലിങ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുമ്പോഴേ, ഈ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലെ എനിക്ക് ഫീലിങ്സ് ഉണ്ടാകാനോ അതിനൊരു ചാൻസും ഇല്ല. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. അവനെ യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലെ തന്നെ അവനെ പോലെയുള്ള പയ്യനെ ആരെങ്കിലും ലവ് ചെയ്യുമെന്ന്. ഇതൊക്കെ കേൾക്കും നമ്മൾ ആച്ചിക്കാന്നുണ്ടെങ്കിൽ വിഷമാവുന്നുണ്ട്. അന്നേരം അവൻ്റെ മൈൻഡിനുള്ളിൽ തന്നെ അല്ലെ തന്നെ ഈ ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നെ ആര് ലവ് ചെയ്യാനാണെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം ആച്ചി കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ആൻറ്റിയും ആച്ചിയും കൂടി ഒരിടത്തിരിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. അമ്മയായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അമ്മ വിഷ് ചെയ്യുന്നുണ്ട്. അമ്മ വിഷ് ചെയ്ത പാടെ തന്നെ മങ്ക് വരുന്നുണ്ട്. മങ്കിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം മങ്കിന്റെ ആ ഒരു പാത്രത്തിലേക്ക് മാല വെക്കാൻ വേണ്ടി പോകുമ്പോൾ മങ്കിന്റെ കയ്യിലേക്ക് അബദ്ധത്തിൽ തട്ടുന്നുണ്ട്. അന്നേരം മങ്കിന്റെ മൈൻഡ് പറയുന്നത് നമ്മുടെ ആച്ചിക്ക് കേൾക്കുവാണ്. മങ്കാന്നുണ്ടെങ്കിൽ മോനെ നിനക്ക് ലൈഫിൽ എന്തെങ്കിലും ഗോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ മങ്കിനെ പ്രാർത്ഥിച്ചിറന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നീ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ആച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മങ്കാന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഇതൊക്കെ നമ്മൾ ആച്ചിയൊന്നുമില്ല പേടിച്ചിട്ട് ഒന്നും ഇല്ലാന്ന് പറയണേ. അപ്പം നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്ന്. അങ്ങനെ അടുത്തിരിക്കുന്ന ആൻറ്റിയുടെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആൻറ്റിയുടെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ പാത്രം താഴത്തേക്ക് വന്ന് വീഴാണ്. അതെടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആൻറ്റിയുടെ കയ്യേറി തട്ടുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവന് 30 വയസ്സായി എന്നിട്ടും കൊച്ചു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. ചുമ്മാ അല്ല അവൻ്റെ അമ്മ കൊച്ചു കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇവന് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ആച്ചിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ആൻറ്റി ഇവ എന്തോ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എന്നുണ്ടെങ്കിൽ ഞാനെന്താ പറയാനാ, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഇവന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറുമ്പോഴും ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവൻ്റെ മേത്തേക്ക് വന്ന് തട്ടുവാണ്. അങ്ങനെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവന് കേൾക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ദേഷ്യം വരികയാണ്. അയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മാജിക് പവർ കിട്ടിയോ, ഇനിയിപ്പം ഞാൻ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാണ്. എന്നിട്ട് നേരെ വന്നിട്ട് സ്വാമി എടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വല്ല മാജിക് പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, അത് ദയവ് ചെയ്ത് തിരിച്ചെടുത്തോളാൻ. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ഓടി പടച്ച് ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വരുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. നോക്കുമ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ കൂട്ടത്തിലൊന്നും നമ്മുടെ ആച്ചിക്ക് പോകേണ്ടി പറ്റത്തില്ലല്ലോ, കാരണം ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആച്ചിക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ലിഫ്റ്റ് കയറുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ ഇറങ്ങി നിൽക്കുകയാണ്. ആക്ച്വലി അവന് കയറാനുള്ള സ്ഥലം അതിനകത്തുണ്ട്. അവനിങ്ങനെ നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കരനാണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ട പോലെ തന്നെ അവനെ നോക്കി ചിരിച്ചിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡിൽ ഭാഗ്യം ഇനിയിപ്പോൾ ഞാനും കരണ്ടും മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ തിരക്കൊന്നും കാണത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് ആച്ചി നിനക്ക് എന്ത് പറ്റി, നിന്റെ ഫേസ് കണ്ടിട്ട് നീ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല, എനിക്കിങ്ങനെ ഇത്ര ആൾക്കൂട്ടമൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വഴി കയറി പോകാമെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ പോടാ, ഞാൻ ഈ ഒരു ഓഫീസിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത നാൾ മുതലേ ഞാൻ ലിഫ്റ്റ് മാത്രമേ പോകത്തുള്ളൂ, എനിക്കിങ്ങനെ നടന്നു പോകുന്നതൊന്നും ഇഷ്ടമല്ല, എനിക്ക് ആകപ്പാടും മടിയാണെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ആച്ചയാണെന്നുണ്ടെങ്കിൽ കരണ് സൈറ്റ് അടിക്കുകയാണ്. ഇവനെ നോക്കിയേ ഇവൻ എന്ത് നന്നായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്തൊരു ഹാൻഡ്സ് ആണ്, ആൾക്കാരുടെ ഇങ്ങനെ ഇടപെടണമെന്ന് ഇവന് നന്നായിട്ട് തന്നെ അറിയാം, എന്തൊരു സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ആ ലിഫ്റ്റ് ഓപ്പൺ ആയി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു രണ്ടും ലിഫ്റ്റ് കയറുവാണ്. ലിഫ്റ്റ് അങ്ങോട്ട് ക്ലോസ് ആവേണ്ടി വരുമ്പോഴത്തേക്കും ഒരു പറ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് കയറുവാണ്. പിന്നെ നമ്മുടെ ആച്ചിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആച്ചിയെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആച്ചി കേൾക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ ലേറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു തലയൊന്നും നല്ല രീതിയിൽ ചെയ്യുവാത്തത്. റോഷൻ കാണാൻ ഡക്കിൻ്റെ വാല് പോലെയുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ക്യൂട്ടാണെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആഹാ കൊള്ളാലോ, കരൺ അന്നേരം ഈ ഒരു ഓഫീസിൽ ക്രഷ് ഉണ്ടല്ലേ, ആരായിരിക്കും അത്, ഈ നിൽക്കുന്ന ലേഡി ആയിരിക്കുമോ, ആ ലേഡി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുലുങ്ങുന്നുണ്ട്. നമ്മുടെ കരനാണെന്നുണ്ടെങ്കിൽ നേരെ ആച്ചിയുടെ മേത്തേക്ക് വന്ന് വീഴാണ്. അയ്യോ എൻ്റെ ക്രഷിനെ ഇത്ര അധികം അടുത്ത് കാണാൻ എന്തോരം ക്യൂട്ടാണ്, അയ്യോ ഇന്നത്തെ ദിവസം എൻ്റെത് ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരിക്കും, താങ്ക്സ് ആച്ചി ഇന്നത്തെ എൻ്റെ ദിവസം നീ ഹാപ്പി ആക്കി വെച്ചതിന്. ഇതേക്കൊന്ന് പിന്നെ നമ്മുടെ ആച്ചിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവനാണെന്നുണ്ടെങ്കിൽ എന്തോ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞിരിക്കണം. അങ്ങനെ അതിനുശേഷം ഇവനാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ വന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് 30 വയസ്സിൽ കിട്ടുന്ന മാജിക് പവറിനെ പറ്റി അറിയാൻ വേണ്ടി. അങ്ങനെ അവൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയ മാജിക് എന്ന് പറഞ്ഞ് കാണുവാണ്. അതേപോലെ തന്നെ 30 വയസ്സ് വരെ ആരൊക്കെയാണ് വെർജിനായിട്ടിരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഈ ഒരു പവർ
പവർ കിട്ടുമെന്നൊക്കെ. ഇവനിത് വായിച്ച് താപ്പോട്ട് വരുമ്പോൾ അത് വെറും ഒരു കാർട്ടൂൺ മാത്രമാണെന്ന് അവന് മനസ്സിലാവണം. ഓ, ഇത് വെറും ഒരു കാർട്ടൂൺ മാത്രമാണോ? ഞാൻ ആകെപ്പാട് പേടിച്ചു പോയി. ആച്ചി, നീ ഇതിലൊന്നും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല, ഇത് ജസ്റ്റ് വെറും ഒരു കാർട്ടൂൺ മാത്രമാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അപ്പൊ അവിടേക്കാണെന്നുണ്ടെങ്കിൽ റോക്ക് വരുന്നുണ്ട്. റോക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഹായ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവൻ പെട്ടെന്ന് തന്നെ പേടിച്ചു പോകുന്നുണ്ട്. ഇവന്റെ ഫേസ് പെട്ടെന്ന് തന്നെ മാറുന്ന കാണുമ്പോൾ റോക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, ഞാൻ ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പോയേക്കാന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആച്ചിക്കാന്നുണ്ടെങ്കിൽ പേടിയാണ്. ഇവനിനി വന്ന് അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളും അറിയത്തില്ലേ, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇവനാന്നുണ്ടെങ്കിൽ മാറി മാറി പോകുന്നത്. പക്ഷെ ഇവനാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഈ ഒരു ഓഫീസ് ഫുള്ളും ഉള്ളത് സീനിയേഴ്സും ലേഡീസും മാത്രമാണ്. എനിക്കാന്നുണ്ടെങ്കിൽ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സോ പ്ലീസ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരിച്ചോടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ വർക്ക് വിഷയമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഇത് എന്തൊരു ഓഫീസാണ്, എനിക്കന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക്സ് തരുന്നുണ്ട്, എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എന്തൊന്ന് സൈസ് ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ റോക്ക് എല്ലായിടത്തും ഇതേപോലെ റെസ്ട്രിക്ഷൻസും റൂൾസും കാണും. അതെല്ലാ ഓഫീസിലും ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നീ മസ്റ്റായിട്ടും ഇവിടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഓഫീസിലെ ലേഡിയാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ദേഷ്യത്തോടു കൂടി വന്നിട്ട് നമ്മുടെ ആച്ചിയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ തുറന്ന് നോക്കുമ്പോൾ ആച്ചി എത്രയും പെട്ടെന്ന് തന്നെ സേഫ് ഹൗസിലേക്ക് വരണം, ഞാൻ കാണുന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കാണും നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, നിങ്ങൾ ഞാനോട് സംസാരിച്ചതിന്റെ പേരിൽ വല്ല പ്രശ്നം വല്ല നടക്കാൻ വേണ്ടി പോകണം, ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ഒരു ഓഫീസിലാണെന്നുണ്ടെങ്കിൽ താഴ്ന്ന ലെവൽ എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ലെവൽ എംപ്ലോയീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ സേഫ് ഹൗസിലേക്ക് പോവാണ്. അവൻ നമ്മുടെ റോക്കിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് പേടിച്ചിട്ടാണല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഇരുട്ടാണ്. ഒരുപാട് ബോക്സ് തട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവൻ നേരെ താഴത്തേക്ക് വന്ന് വീഴാണ്. താഴത്തേക്ക് വീണ പാടെ തന്നെ അവനെ നേരത്തെ വിളിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു ലേഡി വേറൊരു ലേഡി എന്ന് പറയുന്നത് നേരത്തെ ജപ്പാനിൽ നിന്ന് വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ലേഡിയാണ്. രണ്ടുപേരും കൂടി നമ്മുടെ ആച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കും കൊണ്ട് വരുവാണ്. കേക്കും കൊണ്ടുവന്ന് നോക്കുമ്പോൾ നമ്മുടെ ആച്ചിയെ കാണുന്നില്ല. ആച്ചി ഇത് എന്തേന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ബോക്സ് ഒക്കെ തട്ടിക്കളഞ്ഞിട്ട് എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ വന്ന പാടത്തിന് അവനുള്ള കേക്ക് കൊടുക്കുന്നുണ്ട്. അവരെല്ലാം വിഷ് ചെയ്യുന്നുണ്ട്. അവനൊന്നുകൂടെ തിരിച്ച് താങ്ക്സ് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് തന്നെ കേക്കും മുറിച്ചെടുക്കാണ്. അത് വേറെ ആർക്കുമല്ല, നമ്മുടെ കരണിന് വേണ്ടിയിട്ടാണ്. ഇത് കരണിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പക്ഷേ കരൺ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാണ്. ഇതേക്കുന്ന വേറൊരു ലേഡിയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ തന്നെ കരണ് കൊണ്ടേ കൊടുക്കാനേ. ഇവനാന്നുണ്ടെങ്കിൽ എന്തോന്ന് ഞാൻ കരണ് കൊണ്ടേ കൊടുക്കാനാ, നീ തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ പേടിച്ച് നമ്മുടെ കരണിൻ്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ കരണിൻ്റെ നേർക്ക് ഇവനാന്നുണ്ടെങ്കിൽ കേക്ക് നീട്ടുവാണ്. അന്നേരം നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ കരണ് ശരിക്കും എന്നെ ഇഷ്ടമായിരിക്കും, അതിന് ഒരു വഴിയില്ല, ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നതായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ബർത്ത്ഡേ ദിവസം മറന്നു പോകുമോ, ഇത്രയധികം വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കരണിൻ്റെ കൈയാന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ നമ്മുടെ ആച്ചിയുടെ കയ്യിലേക്ക് വന്ന് തട്ടുവാണ്. അന്നേരം കരണിൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം ആച്ചിക്ക് കേൾക്കുവാണ്. ഞാൻ ഈ ഒരു കേക്ക് മാസങ്ങളോളം സെർച്ച് ചെയ്തിട്ടാണ് അവന് വേണ്ടി വാങ്ങിച്ചത്, ഇതൊരു പക്ഷേ അവന് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എന്തോന്ന്, അപ്പോൾ ഇവനാണോ എനിക്ക് വേണ്ടി ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ കയ്യിലേക്ക് പിടിച്ചോണ്ട് ആ കേക്ക് വാങ്ങിക്കാണ്ടി പോകുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. ആ ഒരു കേക്കിന്റെ ക്രീം ആച്ചിയുടെ മീതേക്ക് പറ്റുവാണ്. അന്നേരം നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആച്ചിക്ക് ഞാൻ തുടച്ചിടാന്ന് പറഞ്ഞിട്ട് ആച്ചിക്ക് ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിയുന്നുണ്ട്. അവനിതൊന്നും കാണാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ ഇയറിന്റെ അടുത്തുള്ള ബ്ലാക്ക് മാർക്ക് കാണുവാണ്. ബ്ലാക്ക് മാർക്ക് കണ്ട പടത്തിന് എന്ത് ഭംഗിയാണ് ഇവന്റെ ഈ ബ്ലാക്ക് മാർക്ക് കാണാൻ, ഇത് അവനെ ഒന്നും കൂടി ക്യൂട്ടാക്കുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പിന്നെ അവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. അവനാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്തിട്ട് നമ്മുടെ കരണിന് കൊടുക്കാൻ വേണ്ടി വന്ന ആ കേക്കും പിടിച്ചു വെച്ചുകൊണ്ട് അവനതിന് എന്നപ്പോൾ ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ നേരെ വന്നിരിക്കുന്നത് ആ ഒരു സേഫ് റൂമിലേക്കാണ്. അവിടേക്ക് വന്നിരുന്ന പടം തന്നെ എനിക്കിത് എന്താ പറ്റുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉടരണം. എന്നിട്ട് അതും പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പിച്ചിയൊക്കെ നോക്കുന്നുണ്ട്. പിച്ചി നോക്കിയ പടം തന്നെ അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അയ്യോ അമ്മ ഇപ്പം എൻ്റെ അടുത്തില്ലല്ലോ, അമ്മ എന്നിട്ട് ദൂരത്താണല്ലോ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, മങ്കിൻ്റെ അടുത്ത് പറയാം, അതായിരിക്കും നല്ലത്. അതൊക്കെ പോട്ടെ, എൻ്റെ ചെവിയിലാന്നുണ്ടെങ്കിൽ മാർക്കുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്ന് കണ്ണാടി നോക്കുന്നുണ്ട്. കണ്ണാടി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതിന് മാർക്കുണ്ട്. അയ്യോ, അപ്പോൾ പിന്നെ എല്ലാം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഇനിയിപ്പം ഞാൻ എന്തോ ചെയ്യും, ഇങ്ങനെ ഒരു മാർക്കുള്ള കാര്യം എനിക്ക് പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെ അവനെ അറിയാമെന്ന് പറഞ്ഞ് ഇവനാന്നുണ്ടെങ്കിൽ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആവാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ആച്ചി അവൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുവാണ്. ഫ്രണ്ടിൻ്റെ പേര് ജിൻഡേ എന്നാണ്. രണ്ടുപേരും ഈ കോഴിയുടെ കാൽപാദമല്ലേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനകത്തുള്ള മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷേ ആ ഒരു കാൽപാദത്തിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ അത് നമുക്ക് ഇന്ത്യൻസിന് ആർക്കും പിടിക്കത്തില്ല എന്ന്. കാരണം അത് ചവയ്ക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ ബാൻഡിനകത്തൊക്കെ ഇട്ട് ചവയ്ക്കത്തില്ലേ, അതേമാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ വിഷയം അതല്ല.
നമ്മുടെ ആച്ചിയുടെ കാര്യമാണ് ഇവിടുത്തെ വിഷയം. അന്നേരം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ജിൻഡ എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് അത് ചോദിച്ചോട്ടെ, പക്ഷെ നീ ആണെന്നുണ്ടെങ്കിൽ അത് സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണമെന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സീക്രട്ട് ആയിട്ടേ വെക്കത്തുള്ളൂ, നീ പറഞ്ഞോളാൻ പറയാണ്. അന്നേരം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ അതോ എനിക്കാണെന്നുണ്ടെങ്കിൽ 30 വയസ്സായപ്പോൾ എനിക്കൊരു മാജിക് പവർ കിട്ടി, എനിക്ക് ബാക്കിയുള്ളവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ഓഫീസിലെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണ് എൻ്റെ മേലൊരു ക്രഷ് വന്നെന്ന് ഇദ്ദേഹത്തിന് ജിൻഡയാണെന്നുണ്ടെങ്കിലും വായും പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിനക്കതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന്. ഇത് കേട്ടപാടെ തന്നെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എന്തൊക്കെയാണ് പറയുന്നത്, നിനക്കാണെന്നുണ്ടെങ്കിൽ മാജിക് പവർ കിട്ടിയെന്നോ, അതിനൊന്നും ചാൻസേ ഇല്ല എന്ന്. ഇദ്ദേഹം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ഓ അപ്പം പിന്നെ നീ അങ്ങനെയാണോ പറയുന്നത്, എന്നാൽ പിന്നെ ഓക്കെ നീ ഇതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി മാറ്റി മാറ്റി കൊണ്ടുപോവാണ്. എന്നിട്ട് നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണറിനാണെന്നുണ്ടെങ്കിലും ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്താൽ പറയും, എന്തിനിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് അടിയിടുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ രണ്ടുപേർക്കും ബൾബ് കത്തുന്നുണ്ട്. അന്നേരം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നീ എന്നുണ്ടെങ്കിൽ എനിക്ക് മാജിക് പവർ കിട്ടിയത് വിശ്വസിക്കുന്നില്ല, അത് പോട്ടെ, പക്ഷേ എൻ്റെ മേലെ ഒരുത്തിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാര്യത്തിലെങ്കിലും നീ ഒരു അഡ്വൈസ് ഇതാ, നീ ആണെന്നുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ലവ് നോവലിസ്റ്റ് അല്ലേ, നീ ഒരുപാട് പേരോട് റിലേഷൻഷിപ്പ് ഇരുന്നിട്ടില്ലേ, അതിൻ്റെയൊക്കെ ബേസിലല്ലേ നീ നോവൽ എഴുതുന്നത്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാൻ വേണ്ടി പറയുമ്പോഴേ നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടം ഇവനെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജിൻഡയും വെർജിനാണെന്ന്. അന്നേരം ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ഈ ലവിനെ പറ്റിയുള്ള തിയറിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ പാടാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതൊക്കെ പോട്ടെ, ആ ഒരു പേഴ്സണ് നിന്റെ മേലിൽ ലവ് ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയപ്പോൾ നിനക്ക് എന്താ ആദ്യമേ തോന്നിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആകെപ്പാട് സർപ്രൈസ്ഡ് ആയെന്ന് പറയുന്നത്. ഇദ്ദേഹം നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഓ അപ്പം പിന്നെ നീ സർപ്രൈസ്ഡ് ആയല്ലേ, എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും, നിനക്ക് അവനോട് റിലേഷൻഷിപ്പ് ഇരിക്കാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ജിൻഡ നീയാണ് ഏറ്റവും നല്ല ഫ്രണ്ട്, നിന്നെ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത് വലിയൊരു കാര്യമാണ്, ഈ ഒരു അഡ്വൈസിന് നന്ദി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഓ അതൊന്നും കുഴപ്പമില്ല പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനത് തോളത്തേക്ക് തട്ടുന്നുണ്ട്. അന്നേരം നമ്മുടെ ജിൻഡയുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആശയ്ക്ക് കേൾക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു, അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ഞാൻ ഇതൊരു ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഇരുന്നിട്ടില്ലാന്ന്. ഇതൊക്കെ നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ ജിൻഡയുടെ അടുത്ത് എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ജിൻഡ എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഞാനും നീയും ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയെന്ന്. ഒരു കണക്കിനാന്ന് പറയാന്നുണ്ടെങ്കിൽ നീയും വെർജിനാണ് ഞാനും വെർജിനാണെന്ന്. അങ്ങനെ അതിനൊക്കെ ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും അവിടുന്ന് പോകാൻ വേണ്ടി പോവാണ്. അന്ന് നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ആച്ചിയെടുത്ത് ഞാൻ പറഞ്ഞ അഡ്വൈസ് ഒന്നും മറക്കണ്ട, അത് നീ ഫോളോ ചെയ്താൽ മതി, നിനക്ക് നല്ലതേ വരത്തുള്ളൂ. ഇതേക്ക് നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുവാണ്. അങ്ങനെ നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇൻ്റെ വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ ബോക്സിലാക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു തുണി ഇട്ടേപ്പുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പൂച്ചക്കുട്ടി നിനക്കാന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടിയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് ആ ഒരു പൂച്ചക്കുട്ടിയെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ അടുത്ത പ്രാവശ്യം കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജിൻഡയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്നു പോവാണ്. പക്ഷേ ഒരു പൂച്ചക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡയെ ഫോളോ ചെയ്ത് തന്നെ വരുവാണ്. അന്നേരം നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്, അതേപോലെ തന്നെ നിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല, നീ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കി, നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നെയും നടന്നു പോവാണ്. പക്ഷേ ഒരു പൂച്ചക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുന്നില്ല, പിന്നെയും പുറകെ അടക്കാണ്. ഇതാണ് നമ്മുടെ ജിൻഡയാണെന്നുണ്ടെങ്കിൽ ഓ എന്നാൽ പിന്നെ ഇപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ബോയ് അവിടേക്ക് വരികയാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ വന്ന പടത്തിൻ്റെ പൂച്ചക്കുട്ടിയെ നോക്കുകയാണ്. പൂച്ചക്കുട്ടിയെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും കാണുന്നില്ല. ആ ഒരു പൂച്ചക്കുട്ടിയുടെ പേര് മിയാവ് എന്നാണെന്ന് തോന്നുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ മിയാവ് മിയാവ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയും പൂച്ചക്കുട്ടിയെ കാണുന്നില്ല. അയ്യോ മിയോ നീ ഇത് എവിടെയാണ് പോയത്, നോർമലി നീ എപ്പോഴും ഇവിടെയാണല്ലോ ഉള്ളത്, നിന്നെ ആരായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക, ആരെടുത്തുകൊണ്ട് പോയാലും അയാളാണെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലാണ് കാണിക്കുന്നത്. ഓഫീസിലെല്ലാം ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ റോക്കിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോക്കാന്നുണ്ടെങ്കിൽ വലിയ അടുത്ത് കൈ നീട്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആച്ചിയെന്നുണ്ടെങ്കിൽ ഡെസ്കിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം നമ്മുടെ റോക്കിനാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ പേര് പയ്യെന്നാണ്. ഇവന് മുമ്പത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേക്ക്, ആ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ പേര് പയ്യെന്നാണ്. അന്നേരം പയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ റോക്കിന് പുതിയ സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യണം, ഭയങ്കര വർക്ക് പ്രഷർ ആണെന്നൊക്കെ. അന്നേരം നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്. ഇതേക്കുമ്പോൾ തന്നെ നമ്മുടെ റോക്കിൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഡള്ളാവുന്നുണ്ട്. അന്നേരം അവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നൊക്കെ പറയണേ. ഇതേക്ക് നടത്തേക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീ ആകെപ്പാട് ഡള്ളായല്ലോ, എന്ത് പറ്റി, നിനക്ക് ആരെങ്കിലും കാണാൻ പോകാനുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരും കാണാൻ വേണ്ടി പോകാനൊന്നും ഇല്ല എന്ന് പറയണേ. ഇതേക്കുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോനെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ചേക്ക്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, വർക്ക് പ്രഷർ കൂടുതലായിരിക്കും. ഇവിടെയുള്ള ആളുകൾ എല്ലാം റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഫൈനലി വന്നത് ബ്രേക്കപ്പ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നീ എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല എന്ന്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അയ്യാന്നുണ്ടെങ്കിൽ റോക്കിന്റെ ഫേസിലേക്ക് നോക്കിയിട്ട് നീ എന്താ ഇത്ര നേരം ഡള്ളായിട്ട് ഇരിക്കുന്നത്, നീ ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ, അപ്പോഴേ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഇവന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ആച്ചിയാന്നുണ്ടെങ്കിൽ പതിയെ അവൻ്റെ കൈയെ റോക്കിൻ്റെ കയ്യിലേക്ക് തട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോക്കിൻ്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുക, ഇന്നാന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നില്ലാന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതോടുകൂടി അവസാനിക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാന്നുണ്ടെങ്കിൽ ഓ അപ്പോൾ പിന്നെ അതുകൊണ്ടാണല്ലേ നീ ഇത്ര അധികം ഡള്ളായിട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ എല്ലാവരും ഓഫീസിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന ലേഡിയില്ലേ, അവളാണെന്നുണ്ടെങ്കിലും മഴയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു ബോസാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്, അയാൾ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടാണെന്നുണ്ടെങ്കിൽ ബോസിനെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ബോസ് താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. ബോസാണെന്നുണ്ടെങ്കിൽ ടൈമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ബോസ് പുറത്തെത്തുന്നവരെ ഇവരെല്ലാവരും നോക്കി നിന്നിട്ട് ആ ഫൈനലി ബോസ് പോയി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ധൃതി പിടിച്ച് ഇറങ്ങി പോവാണ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് ആച്ചിയും കാരണം വേറെ 2-3 പേരാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ആച്ചി ഞാൻ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് പോയിക്കോളം പറയാണ്. അപ്പോഴാണ് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത്, മുമ്പാണെന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം റോക്കിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സ് അവന് വരാനുണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം അത് കൊണ്ടുവരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് നിൽക്കുവാണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ പിന്നെ അത് ഞാൻ വാങ്ങിച്ചു വെച്ചോളാന്ന്. ഇതൊക്കെ നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയും കൂടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നല്ലേ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ. ഇവൻ്റെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ്സ് ആയിട്ട് അവിടേക്ക് ആൾ വരുന്നുണ്ട്. ഇവൻ ആ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ അതിനകത്തുള്ള ലോഗോസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് കളറായിട്ട് തോന്നുകയാണ്. അപ്പോൾ പിന്നെ ഓക്കെ ഇതൊക്കെ ശരിയാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോൾ ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർക്കാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡീലിങ്സ് ക്യാൻസൽ ആയി പോകുന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷനായിട്ട് അവൻ്റെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരൺ വരുന്നുണ്ട്. കരൺ വന്ന പടം തന്നെ അവൻ്റെ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ആച്ചിനെ നേർക്ക് നീട്ടിയിട്ട് പറയാണ്, ഞാൻ താഴത്തേക്ക് പോയപ്പോൾ അവനെന്നുണ്ടെങ്കിൽ ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചതാണ്, നീ ഒരുപാട് നേരമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യല്ലേ എന്ന് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നേരെ നീട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അബദ്ധത്തിൽ നമ്മുടെ കരണ്ട് കയ്യിലേക്ക് ടച്ച് ആവണം. അപ്പോൾ നമ്മുടെ കരൺ പറയുന്ന കാര്യം നമ്മുടെ ആച്ചിക്ക് കേൾക്കുവാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്, നീ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ നിനക്ക് ഉറപ്പായിട്ടും വിശക്കും എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇതേക്ക് നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരിയാണ്. അത് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ആ ലോഗോയിലേക്ക് നോക്കുന്നുണ്ട്, രണ്ടും ഡിഫറെൻറ്റ് കളറാണല്ലോ, ഇനിയിപ്പോൾ ഇത് എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നിനക്കിത് അറിയുമെന്ന് ചോദിക്കുകയാണ്. ആ എനിക്കിതറിയാം, നിൻ്റെ അടുത്ത് ഇതിനെ പറ്റി റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ ജോലിയും കൂടി നീ ചെയ്യേണ്ടി വന്നു, പക്ഷേ റോക്കാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നില്ലല്ലോ, പിന്നെ ഒരു കാര്യം ചെയ്യ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ടുപേരുടെ കയ്യാന്നുണ്ടെങ്കിൽ പിന്നെയും തട്ടുവാണ്. അപ്പോൾ നമ്മുടെ കരൺ പറയുന്ന കാര്യം പിന്നെയും നമ്മൾ ആച്ചിക്ക് കേൾക്കുവാണ്. കാരണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ഇവനുമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും ഇല്ലാത്ത ടൈമിൽ ഇവൻ്റെ കൂടെ ഇന്ന് വർക്ക് ചെയ്യാൻ ഒരുമാതിരി റൊമാൻറ്റിക് ഫീൽ ആണെന്ന്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ആച്ചിക്ക് അങ്ങ് ഒരുമാതിരിയാണ്. ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്, ഞാൻ ഇതിന് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കരൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ കരൺ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ആച്ചി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ ഷട്ടിലായിട്ടുണ്ട്. കാരണമെന്നുണ്ടെങ്കിൽ ആച്ചി നീ കുറച്ച് നേരം എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി തരാമെന്ന് പറയണേ. ഇതേക്കുന്ന ആച്ചിക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരിയായിട്ട് ഒന്നും കുഴപ്പമില്ല ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന പടം നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൺ ആച്ചി എടുത്ത് ആച്ചി മഴ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നീ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ അതോ ഞാൻ ടാക്സി വിളിച്ച് പോയിക്കോളാം, അതാ ടാക്സി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ്. പക്ഷേ അവന് ടാക്സി കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ കരൺ വന്നിട്ട് ആച്ചി ഞാനാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ കൈ തമ്മിൽ ആക്സിഡൻറ്റ് ടച്ച് ആവുകയാണ്. അന്നേരം നമ്മുടെ കരൺ പറയുന്നത് ആച്ചി എപ്പോഴും ഇങ്ങനെയാണ്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യും, പക്ഷേ അവൻ ലാസ്റ്റ് ചെന്ന് കുഴപ്പത്തിൽ ചെന്ന് ചാടും, അവനെന്നുണ്ടെങ്കിൽ വളരെയധികം കൈൻഡ് ആയിട്ടുള്ള പേഴ്സണാണ്, ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കും എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടതെന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിയുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട്. അന്നേരം അവൻ്റെ മൈൻഡ് ഓവറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കരണിനെ ഇത്രയും നാളും തെറ്റിദ്ധരിക്കുമായിരുന്നു, ആക്ച്വലി അവൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്നെ പറ്റി നല്ലൊരു ഇമേജ് ആണല്ലോ ഉള്ളത്, അവനും കൈൻഡ് ആയിട്ടുള്ള പേഴ്സണാണ്, ഇത്ര അധികം നാൾ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ, സോറി കരൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടാക്സി കിട്ടുമെന്ന് തോന്നില്ല, ഒരു കാര്യം ചെയ്യും നീ എൻ്റെ കൂടെ വാ, നമുക്ക് കുറച്ച് ദൂരം നടന്നു നോക്കുക, അപ്പോൾ ഞാൻ ടാക്സി കിട്ടിയാലോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കുടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കുടയിലേക്ക് കയറി പിടിക്കുമ്പോഴേ നമ്മുടെ കരൻ്റെ കയ്യിലേക്ക് ടച്ച് ആവണം. അന്നേരം നമ്മുടെ കരൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അവൻ അങ്ങനെ വീട്ടിലേക്ക് പോയി ചെന്ന് കുളിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തിരികെ ഓഫീസിലേക്ക് വരിക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അവനിപ്പോൾ എന്തോ ചെയ്യും എന്നൊക്കെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കരനെ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരിടത്തേക്ക് വന്നിട്ട് നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ അവൻ്റെ കർച്ചീഫ് എടുത്തിട്ട് ആച്ചിയുടെ നേർക്ക് നീട്ടുന്നുണ്ട്. നീ നന്നായിട്ട് തന്നെ നനഞ്ഞിട്ടുണ്ട്, ഇത് വെച്ച് തുടച്ചോളാൻ പറഞ്ഞിട്ട് ആച്ചിയാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ആച്ചി ഞാനൊരു കാര്യം ചോദിച്ചോടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനെന്നിട്ട് ചോദിച്ചോളാൻ പറയുന്നത് എൻ്റെ കൊണ്ടോ ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ ഇന്ന് നൈറ്റ് നിനക്ക് അവിടെ സ്പെൻഡ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് അവൻ്റെ കയ്യിൽ ആ ഒരു കർച്ചീഫ് എടുത്തിട്ട് നേരെ നമ്മുടെ കരൻ്റെ നേർക്ക് നീട്ടുവാണ്. കാരണം അത് പിടിക്കുമ്പോൾ തന്നെ കരൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ
ഇവന് കേൾക്കാൻ വേണ്ടി പറ്റുവാണ്. നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ തോർത്തൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ആച്ചി അങ്ങനെ എടുത്തുകൊണ്ട് പോയി ബെഡിൽ കിടത്തിയിട്ട് കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ആ റൂം നിന്റെ റൂമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കരുണാന്നുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിൻ്റെ അങ്ങ് അകത്തേക്ക് കയറി പോവാണ്. നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവനും തൊട്ടുപുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആച്ചിയുടെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിനെയായിരിക്കും ചിലപ്പോൾ ലവ് എന്നൊക്കെ പറയുന്നത്. ലവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ഇവൻ്റെ അകത്തേക്ക് കയറിയ പാടെ തന്നെ നമ്മുടെ കരുണാന്നുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതൊരു കള്ളച്ചിരിയോട് കൂടി. സോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ.